BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണക്കൊള്ള കുറ്റവാളികൾ നിയമത്തിന്റെ കരങ്ങളിൽ പെടും മുഖ്യമന്ത്രി. ശബരിമല സ്വർണക്കൊള്ളയിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതോ വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന കാര്യമാണിത്. ആഗോള അയ്യപ്പ സംഗമത്തെ മറ്റൊരു തലത്തിലെത്തിക്കുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിൽ എന്താണോ ക്രമക്കേടുണ്ടായിട്ടുള്ളത് അതിന്മേലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവാനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചിട്ടുള്ളത്. ഹൈക്കോടതി തന്നെ കോടതിക്ക് മുൻപിൽ വന്ന പ്രശ്നങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരെല്ലാം നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. ഹൈക്കോടതിയുടെ നിലപാടിന് ഗവൺമെന്റ് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ മുൻപിൽ ഏതു തരത്തിലുള്ള അന്വേഷണം എന്നതിനെപ്പറ്റിയും ഗവൺമെന്റ് വ്യക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മറ്റ് പ്രശ്നങ്ങളില്ല, അദ്ദേഹം പറഞ്ഞു. നിഖില വിമലിന്റെ പെണ്ണ് കേസ് ടീസർ പുറത്ത്. പ്രശസ്ത ചലച്ചിത്ര താരം നിഖില വിമലിനോടൊപ്പം ഹക്കീം ഷാജഹാൻ, രമേശ് പിഷാരടി, അജു വർഗീസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്യുന്ന പെണ്ണ് കേസ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ റിലീസായി. നവംബറിൽ പ്രദർശനത്തിനെത്തുന്ന ഈ ചിത്രത്തിൽ ബാല, ഇർഷാദ് അലി, അഖിൽ കവലയൂർ, കുഞ്ഞികൃഷ്ണൻ മാഷ്, ശ്രീകാന്ത് വെട്ടിയാർ, ജയകൃഷ്ണൻ, പ്രവീൺ രാജ, ശിവജിത്ത്, കിരൺ പീതാംബരൻ, ഷുക്കൂർ, ധനേഷ്, ഉണ്ണി നായർ, രഞ്ജി കങ്കോൽ, സഞ്ജു സനിച്ചൻ, അനാർക്കലി, ആമി, സന്ധ്യ മനോജ്, അനുഷ സി, ശ്രീരേഖ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. E4 എക്സ്പെരിമെന്റ്സ്, സി സ്റ്റുഡിയോസ്, ലണ്ടൻ ടാക്കീസ്, വിയു ടാക്കീസ് എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറിൽ മുകേഷ് ആർ മേത്ത, ഉമേഷ് KR, രാജേഷ് കൃഷ്ണ, CV സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഷിനോസ് നിർവഹിക്കുന്നു. രശ്മി രാധാകൃഷ്ണൻ, ഫെബിൻ സിദ്ധാർത്ഥ് എന്നിവർ ചേർന്ന് കഥ, തിരക്കഥ, സംഭാഷണം എഴുതുന്നു. തൂവാനത്തുമ്പികളുടെ നിർമ്മാതാവ് P. സ്റ്റാൻലി അന്തരിച്ചു. മലയാളത്തിന്റെ കൾട്ട് സിനിമയായ തൂവാനത്തുമ്പികളുടെ നിർമ്മാതാവ് P. സ്റ്റാൻലി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. മോചനം, വരദക്ഷിണ, തീക്കളി എന്നിവയാണ് അദ്ദേഹം നിർമ്മിച്ച മറ്റ് ചിത്രങ്ങൾ. കനൽ വഴിയിലെ നിഴലുകൾ, മാന്ത്രികപ്പുറത്തിന്റെ കഥ, പ്രണയത്തിന്റെ സുവിശേഷം, ഹൃദയത്തിന്റെ അവകാശികൾ എന്നീ നോവലുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒരിടത്തൊരു കാമുകി എന്ന കഥാസമാഹാരവും, വാസ്തുസമീക്ഷ എന്ന ശാസ്ത്ര പുസ്തകവും, ഓർമ്മകളുടെ വെള്ളിത്തിര, നിലാവും നക്ഷത്രങ്ങളും, ആയുസ്സിന്റെ അടിക്കുറിപ്പുകൾ എന്നീ ഓർമ്മ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാജൻ പറഞ്ഞ കഥ, തോൽക്കുവാൻ എനിക്ക് മനസ്സില്ല, വയനാടൻ തമ്പാൻ തുടങ്ങിയ സിനിമകളുടെ വിതരണക്കാരനായിരുന്നു. 3 ദശാബ്ദക്കാലം മദ്രാസിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച സ്റ്റാൻലി എ. വിൻസെന്റ്, തോപ്പിൽ ഭാസി എന്നിവർക്കൊപ്പം സഹസംവിധായകൻ, കഥാകൃത്ത് എന്നീ നിലകളിൽ സഹകരിച്ചു. വെളുത്ത കത്രീന, ഏണിപ്പടികൾ, അസുരവിത്ത്, തുലാഭാരം, നദി, അശ്വമേധം, നിഴലാട്ടം, നഗരമേ നന്ദി, പ്രിയമുള്ള സോഫിയ, അനാവരണം, പൊന്നും പൂവും തുടങ്ങി 25ഓളം ചിത്രങ്ങളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ചു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് മുട്ടട ഹോളി ക്രോസ് ചർച്ചിൽ നടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ അക്കൌണ്ടുകളും പരിശോധിക്കണം, രമേശ് ചെന്നിത്തല. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ അക്കൌണ്ടുകളും പരിശോധിക്കണമെന്ന് രമേശ് ചെന്നിത്തല. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്ത വസ്തുതകളെല്ലാം പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഹൈക്കോടതി ബെഞ്ചിന്റെ അനുവാദം തേടാതെയാണ് വാതിൽപ്പടികളും ദ്വാരപാലക ശില്പങ്ങളും ഇളക്കിക്കൊണ്ട് പോയത്. അത് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കില്ലെന്നും ഇതിനു പിന്നിൽ വൻ സ്രാവുകളുണ്ട്, അവരെ എന്തുകൊണ്ടാണ് പിടിക്കാത്തതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സർക്കാർ കുറ്റക്കാരെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ്. ശബരിമലയിൽ സ്വർണ്ണമോഷണം നടത്തിയത് ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും അറിഞ്ഞുകൊണ്ടാണ്. ഇക്കാര്യത്തിൽ ശരിയായ അന്വേഷണമാണ് നടത്തേണ്ടത്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. ഹൈക്കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉരുക്കി എന്നതാണ് ഏറ്റവും പുതിയ വിജിലൻസിന്റെ കണ്ടെത്തൽ. ഉരുക്കിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലെന്നും ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നാണ് ഈ തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. വിഷയത്തിൽ പ്രതികരിക്കുവാനില്ലെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. മാധ്യമങ്ങളെ കാണുവാൻ താൽപര്യമില്ലെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് വൈസ് പ്രസിഡന്റ് മുരളി വ്യക്തമാക്കി.
ബീഹാർ തിരഞ്ഞെടുപ്പ് വോട്ടർമാർക്ക് 13 രേഖകൾ തിരിച്ചറിയലിനായി ഉപയോഗിക്കാമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാറിൽ ആദ്യഘട്ട നാമനിർദ്ദേശ സമർപ്പണം ഇന്ന് ആരംഭിച്ചു. 18 ജില്ലകളിലായി ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 121 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണമാണ് ഇന്നു മുതൽ ആരംഭിച്ചത്. നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആദ്യ ദിനം തന്നെ പത്രിക സമർപ്പിക്കുമ്പോൾ പ്രധാന മുന്നണികളായ മഹാസഖ്യത്തിലും എൻഡിഎയിലും സീറ്റ് ധാരണ ഇതുവരെ പൂർത്തിയായിട്ടില്ല. 35 സീറ്റുകളെങ്കിലും ലഭിക്കാതെ വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിയ ചിരാഗ് പ്രസ്വാനെ അനുനയിപ്പിക്കുവാൻ ബിജെപി നേതൃത്വം ശ്രമങ്ങൾ തുടരുകയാണ്. മഹാസഖ്യത്തിൽ കോൺഗ്രസുമായുള്ള സീറ്റ് ധാരണ പൂർത്തിയായിട്ടില്ല. എല്ലാ വീട്ടിലും സർക്കാർ ജോലി എത്തിക്കുമെന്ന് തേജസ് യാദവിന്റെ പ്രഖ്യാപനത്തിനെതിരെ ബിജെപി രംഗത്ത് വന്നു. അപ്രായോഗികമാണ് പ്രഖ്യാപനം എന്നാണ് പ്രതികരണം. അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജെഡിയുവിന് തിരിച്ചടിയായി. 2 തവണ പൂർണിയയിൽ നിന്നും എംപിയായ സന്തോഷ് കുശ്വാഹ ബംഗ ജെഡിയു എംപി ഗിർധാരി യാദവിന്റെ മകൻ ചാണക്യ പ്രകാശ് രഞ്ജൻ, മുൻ ജഹാനാബാദ് എംപി ജഗദീഷ് ശർമ്മയുടെ മകൻ രാഹുൽ ശർമ്മ എന്നിവർ ഉടൻ ആർജെഡിയിലെത്തും. തിരഞ്ഞെടുപ്പിനായി വോട്ടർ ഐഡി കൂടാതെ മറ്റ് 12 രേഖകൾ കൂടി പരിഗണിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. യോഗദണ്ഡും രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണി തീർത്ത് നൽകിയത് എന്റെ മകൻ. വഴിപാടായിട്ടാണ് നൽകിയത്, പുറത്ത് കൊണ്ടുപോയിട്ടില്ല. എ പത്മകുമാർ. യോഗദണ്ഡും രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണി ചെയ്തു നൽകിയത് മകന്റെ വഴിപാടായിട്ടെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ. ക്ഷേത്ര നടയ്ക്ക് മുൻപിൽ വെച്ച് തന്നെയാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി തിരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. സ്പോൺസറെ പുറത്തുനിന്ന് കണ്ടെത്തുവാൻ പറഞ്ഞപ്പോൾ ശബരിമലയുമായി ബന്ധമുള്ള കുടുംബം ആയതിനാൽ അത് മകൻ വഴിപാടായി സ്വയം ഏറ്റെടുത്തതായിരുന്നു. യോഗദണ്ഡിൽ പൂർണ്ണ ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് അവിടെ നിന്നും രാത്രി 11 മണിക്ക് നട അടച്ചതിന് ശേഷം എടുക്കുകയും വിഷുവിന്റെ ദിവസം രാവിലെ തന്നെ തിരികെ കൊടുക്കുകയുമായിരുന്നു. രുദ്രാക്ഷമാല കഴുകി നൽകുകയാണ് ഉണ്ടായതെന്നും തന്ത്രിയുടെ അറിവോടെയാണ് മകൻ വഴിപാടായി നൽകിയതെന്നും എ പത്മകുമാർ പറഞ്ഞു. താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല. ശബരിമലയുടെ ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റുമുണ്ടാകുവാൻ അനുവദിച്ചിട്ടില്ലെന്നും സ്വർണം ഇരിക്കുന്ന സ്ഥലത്ത് ദേവസ്വം പ്രസിഡന്റിന് കയറാൻ സാധിക്കില്ല. താൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. ദേവസ്വം കമ്മീഷണറും തിരുവാഭരണ കമ്മീഷണറുമാണ് സ്വർണം കണക്കെടുപ്പിന്റെ സമയത്ത് അങ്ങോട്ട് പോകുന്നത്. വെറും 2.5 വർഷം ദേവസ്വം പ്രസിഡന്റ് ആകുന്നയാൾക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കുന്നതെന്നും എ പത്മകുമാർ ചോദിച്ചു. സ്പോൺസർമാർ വരുമ്പോൾ ചുമതലകൾ നൽകാറുണ്ട്. വിജയ് മല്യയ്ക്കും അത്തരത്തിൽ ചുമതല നൽകിയിരുന്നു. എന്നാൽ ദേവസ്വം തിരുവാഭരണ കമ്മീഷണറുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരിക്കണം ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് തീരുമാനം. എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കത്തിപ്പടർന്ന് കാന്താര ചാപ്റ്റർ 1 റെക്കോർഡ് കളക്ഷൻ. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കത്തിക്കയറുകയാണ് കാന്താര ചാപ്റ്റർ 1. പ്രദർശനത്തിനെത്തി ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ചിത്രം 427 കോടി കളക്ഷൻ നേടിയതായാണ് ലഭ്യമാകുന്ന പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഋഷഭ് ഷെട്ടി സംവിധായകനായും നടനും ബിഗ് സ്ക്രീൻ അടക്കി വാഴുന്ന ചിത്രം തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് വൻ ദൃശ്യവിരുതാണ് സമ്മാനിക്കുന്നത്. ചിത്രത്തിന് കേരളത്തിലടക്കം മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന ചിത്രം ഇപ്പോഴിതാ കാന്താരയുടെ തന്നെ കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. കാന്താരയുടെ കളക്ഷനാണ് വെറും 6 ദിവസം കൊണ്ട് കാന്താര ചാപ്റ്റർ 1 മറികടന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് കാന്താര ചാപ്റ്റർ 1 തിയേറ്ററുകളിൽ എത്തിയത്. പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സൈറ്റായ സാക്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം 6 ദിവസത്തെ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 425 കോടി രൂപയാണ്. അതേസമയം ഇനി കാന്താര ചാപ്റ്റർ 1 മുന്നിലുള്ളത് ഒരേ ഒരു ചിത്രമാണ്. യാഷ് നായകനായി വന്ന കന്നഡ ചിത്രം KGF ചാപ്റ്റർ 2 ആണിത്. 425 കോടി രൂപയാണ് ഈ പടത്തിന്റെ ഫൈനൽ കളക്ഷൻ. KGF 2വിനെ കാന്താര ചാപ്റ്റർ 1 മറികടക്കുമോ ഇല്ലയോ എന്നാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഉറ്റുനോക്കുന്നത്. കർണാടകയ്ക്ക് പുറമെ ഹിന്ദി സംസ്ഥാനങ്ങളിലും ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, കേരളം, വിദേശ വിപണികൾ എന്നിവിടങ്ങളിലും കാന്താര 2 മികച്ച രീതിയിൽ പ്രദർശനം തുടരുകയാണ്. 66.50 കോടി രൂപയാണ് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ. ഇന്ത്യയിൽ ഗ്രോസ് കളക്ഷൻ 348.50 കോടിയായിരുന്നു. നെറ്റ് കളക്ഷൻ 291 കോടിയുമാണ്. കാന്താര 1-ാം ഭാഗം 44 കോടിയായിരുന്നു വിദേശത്തു നിന്നും നേടിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.